പോലീസ് സ്റ്റേഷൻ വരുന്നവരോടും പ്രതികളോടും മാന്യമായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് DGPയുടെ സർക്കുലർ ഉള്ളതല്ലേ? ഒന്ന് ആലോചിച്ചാൽ മാഡം പറഞ്ഞ ശരിയാ. ഉദാഹരണത്തിന് ഇതാരാ മാഡത്തിന്റെ? മൈ ഹസ്ബൻഡ്. മാഡത്തിന്റെ ഹസ്ബൻഡും മാഡവും കൂടെ ഒരു ദിവസം നടക്കാൻ പോകുമ്പോൾ ഒരു അലവലാതി മാഡത്തിന്റെ നിതംബത്തിൽ കരതലം അമർത്തി എന്ന് വിചാരിക്കും. വാട്ട്? എന്നുവെച്ചാൽ ചന്തിക്ക് പിടിച്ചു എന്ന് വിചാരിക്കും. ഇരിക്കൂ, പറയട്ടെ. കണ്ടുവന്ന മാഡത്തിന്റെ ഹസ്ബൻഡ് ചോദിക്കുന്നുള്ളൂ. പുള്ളിക്കാരൻ ചെല്ലുമോ നമുക്ക് അറിയൂടാ. പക്ഷെ മൂക്കിനായ വീശയുടെ ഏതൊരുത്തരും ചോദിക്കാൻ ചെല്ലും. അപ്പൊ അലവലാതി ചോദിക്കാൻ ചെന്ന മാഡത്തിന്റെ ഹസ്ബൻഡ് ഇട്ട് രണ്ടുപേർക്കും സ്റ്റേഷനിൽ വരുമ്പോ ഞാൻ അലവലാതിയുണ്ട്. അല്ലയോ മഹാനുഭാവം, മറ്റൊരാളുടെ പത്നിയായ ഈ മഹതിയുടെ നിതംബത്തിൽ കരതലം അമർത്തിയത് അത്യന്തം മ്ലേച്ഛകരമായ ഒരു പ്രവൃത്തിയല്ലേ? ഞാൻ താങ്കളുടെ മേൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ താങ്കൾക്ക് വിരോധമില്ല എന്ന് കരുതുന്നു. താങ്കൾ മേലിൽ ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികൾ ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ സമാധാനത്തിൽ വിട്ടാൽ മതി. മാഡത്തിന് മതിയായിരിക്കും. പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് രണ്ടെണ്ണം കിട്ടണമെന്ന് വിചാരിക്കും. ഇതുമായ ടീംസിന് എന്റെ കൈ കിട്ടിയാൽ ഞാൻ ഇടിക്കും, നല്ല ഇടിയിരിക്കും. ഞാനേ പോലീസുകാരന്, അല്ലാതെ പള്ളി വെച്ചാനല്ല. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ പോലീസ് ഉള്ളതുകൊണ്ടും പോലീസിന്റെ കൈ കിട്ടിയാൽ നല്ല ഇടിയിട്ടുള്ള പേടിയുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ വീടും കുത്തി തുറന്ന് ബലാത്സംഗം ചെയ്ത് കൊള്ളയടിച്ചിട്ട് പോകാത്തത്. പോലീസ് സ്റ്റേഷൻ വരുന്നവരോടും പ്രതികളോടും മാന്യമായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് DGPയുടെ സർക്കുലർ ഉള്ളതല്ലേ?